കഴിഞ്ഞ 7 പതിറ്റാണ്ടായി മലയാളികൾക്കൊപ്പം എം.ടി. വാസുദേവൻ നായർ ഉണ്ടായിരുന്നു. ഇനി അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം മലയാളികൾക്ക് അനുഭവപ്പെടുകയില്ല. പക്ഷേ അദ്ദേഹം അവശേഷിപ്പിച്ചു പോയ കഥാപാത്രങ്ങൾ അതെപ്പോഴും വായനക്കാർക്കൊപ്പം ഉണ്ടാവും. മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത നിരവധി കഥാപാത്രങ്ങളാണ്. അദ്ദേഹം ഒരു എഴുത്തുകാരൻ, ഒരു സാഹിത്യകാരൻ മാത്രമായിരുന്നില്ല, അദ്ദേഹം സിനിമാ രംഗത്തും തൻ്റെ പ്രതിഭ തെളിയിച്ച ആളാണ്. അതിനാൽ തന്നെ അദ്ദേഹത്തിൻ്റെ എഴുത്തിലൂടെയും അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെയും എം.ടി. വാസുദേവൻ നായർ ജീവിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മലയാളികൾക്ക് ഓർമ്മയുള്ളിടത്തോളം കാലം, ഓർമ്മ നശിക്കാത്തിടത്തോളം കാലം എം.ടി. വാസുദേവൻ നായർ മലയാളികളുടെ ഓർമ്മയിൽ എന്നും ഉണ്ടാവും. അദ്ദേഹത്തിന് മരണമില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളിലൂടെ എം.ടി. വാസുദേവൻ നായർ ജീവിക്കും. അദ്ദേഹം 1953 മുതൽ തുടങ്ങിയ തൻ്റെ സാഹിത്യ സഞ്ചാരം അത് പൂർത്തിയാക്കുകയാണ്. എം.ടി. വാസുദേവൻ നായരുടേതായി പുതിയ കഥാപാത്രങ്ങൾ ഇനി ഉണ്ടാവുകയില്ല. പക്ഷേ അദ്ദേഹം അവശേഷിപ്പിച്ചു പോകുന്നത് അത് എണ്ണിയാൽ തീരാത്ത കഥാപാത്രങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ചെറുകഥകളിലൂടെയും അദ്ദേഹത്തിൻ്റെ നോവലുകളിലൂടെയും തിരക്കഥകളിലൂടെയും അദ്ദേഹം അവശേഷിപ്പിച്ച് കടന്നു പോവുകയാണ്. എം.ടി. വാസുദേവൻ നായർ അദ്ദേഹത്തിൻ്റെ വീടായ സിതാരയിലേക്ക് മടങ്ങുകയാണ്. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇന്നുണ്ടാവുക. നാളെ വൈകിട്ട് 5 മണിക്ക് കോഴിക്കോട് മാവൂർ റോഡ് ശ്മശാനത്തിലാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം സംസ്കരിക്കുക. സിതാരയിൽ അദ്ദേഹത്തെ വന്ന് കാണുവാനായിട്ട് അവിടെ സൗകര്യം ഒരുക്കിയിട്ടുണ്ടാവും. എന്തായാലും ധാരാളം ആളുകൾ, അല്ലേ സജിത്ത്, എന്തായാലും നാളെ ധാരാളം ആളുകൾ എന്തായാലും സിതാരയിലേക്ക് വരും. കാരണം അദ്ദേഹത്തെ കാണുന്നതിന്, അദ്ദേഹത്തെ ഒരു നോക്ക് കാണുന്നതിന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അത്രമാത്രമാണ് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന മലയാളികൾ. പൊതുദർശനം ഇല്ലാതിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരമാണ്. അദ്ദേഹം അത് തനിക്ക് അത്തരമൊരു പൊതുദർശനം വേണ്ട എന്നുള്ള കാര്യം, ഒരു പ്രദർശന വസ്തു ആക്കരുത് തൻ്റെ മൃതശരീരം എന്നുള്ള കാര്യം അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അക്കാര്യത്തിലും അദ്ദേഹം ഒരു വിപ്ലവം തന്നെ സൃഷ്ടിക്കുകയാണ്. എം.ടി. തൻ്റെ എഴുത്തിലൂടെ വിപ്ലവം സൃഷ്ടിച്ച ആളാണ്. അത് തന്നെ അദ്ദേഹത്തിൻ്റെ മടക്കയാത്രയിലും അതേ രീതിയിൽ തന്നെയാണ്. തൻ്റെ മൃതദേഹം പൊതുദർശനത്തിന് വെക്കരുത് എന്നുള്ള കാര്യം അദ്ദേഹം തുറന്നു പറഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടുകാരോട് അത് അറിയിച്ചിരുന്നു. അതിനാൽ തന്നെയാണ് മൃതദേഹം പൊതുദർശനത്തിന് വെക്കേണ്ട എന്നുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. വിപ്ലവകരമായ ഒട്ടേറെ കഥാപാത്രങ്ങളെ മലയാളത്തിന് സംഭാവന ചെയ്ത വ്യക്തിയാണ് എം.ടി. വാസുദേവൻ നായർ. അദ്ദേഹത്തിൻ്റെ ആദ്യ നോവലായ 4 കെട്ട് മുതൽ തന്നെ അത് കാണാൻ സാധിക്കും. 1940-കൾ മുതലുള്ള കേരളത്തിൻ്റെ ഒരു പരിച്ഛേദം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളിലൂടെ മലയാളിക്ക് കിട്ടുക. 4 കെട്ടിൽ തുടങ്ങി അസുരവിത്ത്, പിന്നെ കാലം, മഞ്ഞ് തുടങ്ങിയ നോവലുകൾ, ഒടുവിൽ അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ് നോവലായ രണ്ടാം ഊഴം, ചെറുകഥയിലും അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിക്കുകയുണ്ടായി. അങ്ങനെ അവിടെ നിന്ന് സിനിമയിലേക്ക് കടക്കുന്നു. 1963 മുതൽ സിനിമാ രംഗത്തും സജീവമാകുന്നു.